ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനൊരു പോണ്ടിച്ചേരി യാത്രാ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. നിങ്ങളിൽ എല്ലാവരും പോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ പോയതൊരു കല്യാണത്തിനാണ് കേട്ടോ. എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച കുട്ടിയുടെ കല്യാണമാണ്. അതിൻ്റെ ഉള്ള ഒരുക്കമാണ് ഈ കാണുന്നത്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് അവൾ അറിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ഇടുമ്പോൾ അവൾ കാണും, നമ്മളോട് പ്രതികരിക്കും. ഞങ്ങൾ നേരത്തെ തന്നെ വെച്ചാൽ ഒരു ദിവസം മുന്നേ തന്നെ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ബസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പോയി. ഇത് മഞ്ഞ കല്യാണത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഇവൻ്റെയാണ് കല്യാണം. അപ്പം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ആയി നേരെ പോയത് ബീച്ചിലേക്കാണ് ഗൈസ്. ആ കാണുന്ന കെട്ടിടം ഒരുപാട് സിനിമ ലൊക്കേറ്റ് ചെയ്ത സ്ഥലമാണ്. സിനിമ ലൊക്കേഷനാണത്. അടിപൊളിയായിട്ടുണ്ട് ആ കെട്ടിടം. അവിടെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നേരെ പോയത് ബീച്ചിലേക്കാണ് ഗൈസ്. ബീച്ചിൽ പോണ്ടിച്ചേരിയുടെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ്. അവിടെ നിന്ന് പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ ഗാന്ധിജിയുടെ പ്രതിമ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതും ഫേമസ് ആണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ കറങ്ങി. പിറ്റന്നാൾ രാവിലെ കല്യാണമാണ്. ഈ പള്ളിയിൽ വെച്ചാണ് അവൻ്റെ കല്യാണം നടക്കുന്നത് കേട്ടോ. ഞങ്ങൾ സാരിയാണ് ഞങ്ങൾ 3 ആൾ യൂസ് ചെയ്ത് ഞങ്ങൾ നേരത്തെ തന്നെ പള്ളിയിലെത്തി. ഈ കുട്ടികളുടെയാണ് കല്യാണം കേട്ടോ. ഈ ഡ്രസ്സെന്ന് പറയുന്നത് എൻ്റെ മോന് കല്യാണത്തിന് പോകുമ്പോഴുള്ള ഡ്രസ്സാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? സൂപ്പറായിരുന്നോ? ഞങ്ങൾ 3 പേരും സാരിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സാരിയിൽ ഞങ്ങളെ കാണാൻ സുന്ദരിയായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഞങ്ങൾ 3 പേരും സാരിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗായ്സ്? എങ്ങനെയുണ്ട് ഈ സാരിയൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തായാലും വളരെ നന്നായി, സന്തോഷത്തോടെ തന്നെ അടിപൊളിയായിരുന്നു കല്യാണം. രാവിലത്തേത് കഴിഞ്ഞു, അവരുടെ കല്യാണം കഴിഞ്ഞു. ഫുഡും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ റിസപ്ഷൻ 7 മണിക്ക് തുടങ്ങും കേട്ടോ. 7 മണിക്കെന്ന് പറഞ്ഞിട്ട് ഒരു 7:30 ആയി തുടങ്ങുമ്പോൾ തന്നെ അത് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് സൂപ്പറായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ്റെ ഡ്രസ്സ് കേട്ടോ. ഡ്രസ്സിങ് എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? സാരിയിലാണോ ഇവരെയൊക്കെ കാണാൻ സുന്ദരമായിട്ടുള്ളത്, അതാ ഇങ്ങനത്തെ ചുരിദാറിലാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പങ്കെടുത്തു. അടിപൊളിയായിരുന്നു കല്യാണ റിസപ്ഷൻ. ഫുഡും അതെ, അവിടെ ഡാൻസ്, DJ, മ്യൂസിക് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അത് കല്യാണം കഴിഞ്ഞ് പിറ്റന്നാൾ ഞങ്ങൾ പോയത് ഓറവെൽ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലമുണ്ട്. ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഗോൾഡൻ ഗ്ലോബ്, അവിടെ നമ്മളത് കാണാൻ പോയി. പക്ഷേ ശാന്തസുന്ദരമായ ഒരു നഗരം എന്ന് വേണം പറയാൻ. അടിപൊളിയായിരുന്നു അവിടുത്തെ പ്ലേസ് കാണാൻ. എത്ര മനോഹരമാണെന്നറിയോ? പോയി കാണുക തന്നെ വേണം ഗൈസ്. കാരണം കുറേ കാര്യങ്ങൾ നമുക്കതൊന്ന് മനസ്സിലാക്കാനുണ്ട്. വളരെ നിശബ്ദമായിട്ടുള്ള ഏരിയ, എന്നാൽ കുറേ രാജ്യങ്ങളിലെ വിവിധ കാറ്റഗറിപ്പെട്ട ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കുറേ വിദേശികളെ നമ്മൾ കണ്ടിരുന്നു. വളരെ സ്നേഹത്തോടെയുള്ള അവരുടെ പെരുമാറ്റം. അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്ലോബ് സ്വർണ്ണ ഫലകങ്ങളാൽ പൊതിഞ്ഞതാണെന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. കാരണം അകത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരാഴ്ച മുമ്പേ തന്നെ അത് ബുക്ക് ചെയ്തിടണം ഗൈസ്, അല്ലാതെ നമുക്ക് അവിടെ പോകാൻ കഴിയില്ല. ഇപ്പോഴും അവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ അവിടുത്തെ ഏരിയകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. മനോഹര ഗ്രാമം എന്ന് വേണം നമുക്ക് പറയാൻ. എല്ലാ അർത്ഥത്തിലും അവിടെ വളരെ ശാന്തമായ മനോഹരമായ ഒരു പ്ലേസ്, നല്ല കാണാനുള്ളതും ശാന്തമായിട്ട് നമുക്കവിടെ പോയി ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഗൈസ്. എത്ര മനോഹരമാണ് കുടിലുകൾ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആൽമരമൊക്കെ വളരെ കാണാനുള്ള കൗതുകം പോലുള്ള ഒരു ഇതുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ സമയം ഇപ്പം ഞാൻ നിൽക്കുന്ന സമയം 12 മണിയാണ് ഗൈസ്. അവിടെ പക്ഷേ 12 മണിക്ക് അവിടെ ആളുകളൊക്കെ ഉണ്ട്, നല്ല പ്രകാശം. ഇതും ഒരു സിനിമ ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇന്ന് കുട്ടികൾ ഐസ്ക്രീമും മറ്റ് എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ഇരുന്ന് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അവിടെ നമുക്ക് കയറിയിരിക്കാം. നല്ല സ്ഥലം. അത് കണ്ടില്ലേ ഗൈസ്, എന്ത് മനോഹരമാണ്. ആ ബീച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു ഗൈസ്. അപ്പോൾ അത് വരുന്നതും വളരെ സന്തോഷമായിട്ട് വളരെ ഇതിലാണ് മോൻ വണ്ടി ഓടുന്നത്. നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്.